വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുക്കിംഗ് അല്ല കേട്ടോ നമ്മുടെ കോണ്ടന്റ്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്, ഗിഫ്റ്റ് അൺബോക്സിങ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്റെ ചേച്ചിയുടെ വക എനിക്കൊരു ചെറിയതെന്ന് പറയാൻ പറ്റില്ല, എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ ഗിഫ്റ്റാണ്. നമുക്ക് നോക്കാം എന്താന്ന്. മീ ആൻഡ് മമ്മയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ചേച്ചിയുടെ എനിക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ആദ്യം അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ ഒരു പാക്കിംഗ് ഭയങ്കര ഹാർഡായിരുന്നു. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാമല്ലോ എന്തൊക്കെയാന്ന്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതൊക്കെ കണ്ടിട്ട്. ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു ഇത് എന്ത് പറയണത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് 3 ഇതുപോലത്തെ സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെയാണ് നമ്മുടെ ബോട്ട് ബാഗ്. ഇതിന്റെ കറക്റ്റ് അതന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ബോട്ട് ബാഗ് എന്നാണ് പറയുന്നത്. നമ്മളെ കുഞ്ഞാവേനൊക്കെ ക്യാരി ചെയ്യാൻ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വിസിറ്റ് പോകുമ്പോൾ പലരും കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണിത്. ഇനി അടുത്തത് നമുക്കറിയാം, നമ്മൾക്ക് ചുറ്റും നല്ല കൊതുകുണ്ട്. നമ്മുടെ വാവനെ കടിക്കരുത്, അതിന് വേണ്ടിയുള്ള ഒരു കുഞ്ഞ് തൊട്ടില് അല്ലേ എന്നൊക്കെ പറയാം. ഇതാണ് നമ്മുടെ മെയിൻ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ ഒരുപാട് കൊതുകുണ്ട്. നമ്മുടെ കൊച്ചിയാണല്ലോ നമ്മുടെ സ്ഥലം. അതുമാത്രമല്ല, നമ്മുടെ വാവനെ കടിക്കരുത്, അതിനു വേണ്ടി നമ്മുടെ ഇത് ഒരു കിടക്ക. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വെൽക്കം ബേബി എന്ന് തന്നെയാണ്. ബേബിക്ക് ആയതുകൊണ്ട് ആദ്യം വെൽക്കം ബേബി. പിന്നെ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേബി ഏതാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ബ്ലൂവോ പിങ്കോ ഒന്നുമല്ല, ഈ ഒരു കളർ. ഇത് വലിയ കാര്യമായിട്ട് നമുക്ക് മുഷിയുന്നില്ല. പിന്നെ ഈ ഒരു ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. എന്തായാലും തുറക്കാണേ. തുറക്കുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണ് എന്താണെന്നൊന്നും അറിയില്ല. ഞാനിതെല്ലാം പുറത്തിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമുക്കറിയാം ഇത്രയും സാധനങ്ങളുണ്ട്. ഞാൻ ഭയങ്കര വണ്ടടിച്ചിരിക്കുക കേട്ടോ. കാരണം എനിക്കും ബേബിക്കുമുള്ള ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. നമുക്ക് നോക്കാട്ടെ എന്തൊക്കെയുണ്ടെന്ന്. ഇതിലെ കുഞ്ഞി കെട്ടെടുപ്പ് ഇതൊക്കെ തുറക്കുന്ന ചേച്ചിയോട് പറയായിരുന്നു. ഞാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലാണ്. ഇതിലെ കുഞ്ഞി കെട്ടെടുപ്പുണ്ട്. ഇത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. തുറക്കുമ്പോൾ ഞാൻ പറയാം. മറ്റത് അതേപോലെ തന്നെ നല്ല സെയിം പോലെ തന്നെ വേറെ ടൈപ്പ്. ഇത് ബട്ടൺ വരുന്ന ഉടുപ്പാണ്. പിന്നെ ഇത് റോംബറാണ്. 2 അറിയാലോ, കയ്യിലും കാലിലൊക്കെ തൽക്കാണ്ടൊക്കെ ഇരിക്കാൻ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണിത്. പിന്നെ കുഞ്ഞു ടവൽസ് ഉണ്ട്. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തുടപ്പിക്കാനുള്ളതും മേലാണെങ്കിലും പലതരം കുഞ്ഞു ടവൽസ്. പിന്നെ ഇതും അങ്ങനെയൊക്കെ തന്നെയുള്ളതാണെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഇത് എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പോലും ഇല്ല. ഇത് റീയൂസബിൾ സ്നഗ്ഗി പോലെ കണ്ടിട്ടില്ല, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സാധനമാണ്. ഇത് കോസി പ്ലസ് എനിക്ക് തോന്നുന്നു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡ്രൈ ഷീറ്റ് അങ്ങനത്തെ എന്തോ ആണ് കേട്ടോ. അവനെ കിടത്താൻ പറ്റിയ ഒരു ഇതാണ്. പിന്നെ ഇതും ഒരു ടവല്, നമ്മൾ സാധാ ഒരു വൈറ്റ് ടവൽ. അടുത്തത് മിറ്റണും ക്യാപ്പും കേട്ടോ. ഇതെന്താണ് എനിക്കിതിനെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, തൊടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ്. നല്ല പ്യുവർ കോട്ടണിലാണ് ഇതെല്ലാം വന്നുകൊണ്ടും അയക്കും ചേച്ചി ഇതെനിക്ക് മേടിച്ചെന്ന് കേട്ടോ. അടുത്തതും ഈ പറഞ്ഞ പോലെ ബേബീനെ നമ്മൾ ഇങ്ങനെ കിടത്തില്ലേ തലയിലൊരു ഇതൊക്കെ ഇട്ട്, അതാണ് കേട്ടോ. പിന്നെ കുഞ്ഞാവയ്ക്കുള്ള ചീപ്പ്, നെയിൽ കട്ടർ, കത്രിക എല്ലാം ഭയങ്കര സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ഫീഡിങ് ബോട്ടിൽ. ഫീഡിങ് ബോട്ടിൽ നമ്മളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് പിള്ളേർക്ക്. ബഡ്സ് ഇത് എനിക്കുള്ളതാട്ടോ. സാനിറ്ററി പാഡ്. പിന്നെ ഇത് നമ്മുടെ പൗഡർ, എന്താ പൗഡർ പഫ്, പാമ്പർ. ഇത് അതുപോലെ തന്നെ വാവനെ കിടത്തുന്ന ഒരു സാധനം. ഇപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ബാഗിലുള്ളത്. ഇപ്പോൾ ഒരു ന്യൂ പാരന്റിനെ സംബന്ധിച്ച് ഈ ഒരു ബാഗ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് മേടിച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് അറിയില്ല നമുക്ക് എന്തൊക്കെ വേണം ഒരു കുട്ടിക്ക് എന്നുള്ളത്. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇതായിട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു ഷോപ്പിന് പ്രൊമോഷനായിട്ട് ആർക്കും തോന്നണ്ട കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടൊരു പാരന്റ് ആവുകയാണ്. അപ്പം എനിക്കറിയില്ല എന്തൊക്കെ വേണമെന്ന്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ് നമുക്ക്. അപ്പം ഇതുപോലെ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ ന്യൂ പാരന്റ് ആവുന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അതാണ് എൻ്റെ ഒരു
ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിൽ പാസ് ചെയ്തെന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടം പോലെ ചെയ്യാം, എന്നാലും ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ കീപ് സപ്പോർട്ട്.